മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ന്യൂ മോഡൽ ആൾ ഇൻ വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3060 എന്ന പ്രിന്ററിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നുള്ള കുറിച്ചാണ്. പ്രിന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട സെറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം ഉള്ള ഒരു ഫുൾ വീഡിയോ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനൊരു ഡോക്യുമെന്റ് ഓപ്പൺ ആക്കുകയാണ്. ജസ്റ്റ് ഒരു സാമ്പിൾ ഡോക്യുമെന്റ് ആണ്. ജസ്റ്റ് കീബോർഡ് കുറേ ടൈപ്പ് ചെയ്ത് ജസ്റ്റ് സാമ്പിൾ ഡോക്യുമെന്റ് ആണ് ഈ കാണുന്നത്. നോർമലി നമുക്ക് പ്രിന്റ് ചെയ്യാൻ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഷോർട്ട് കീ വരുന്നുണ്ട്, Ctrl+P, അല്ലെങ്കിൽ നമ്മൾ ഈ സോഫ്റ്റ്വെയറിൻ്റെ ഇവിടെ മേലെ മുകളിൽ നിന്ന് കാണാൻ കഴിയും. ഇവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ പ്രിന്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. ഇതെല്ലാ സോഫ്റ്റ്വെയറിലും അവൈലബിൾ ആണ്. അപ്പോൾ ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ പ്രിന്റ് കമാൻഡ് ബോക്സ് വന്നിട്ടുണ്ട്. ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാനാണെങ്കിൽ നമുക്കിവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്, എത്ര കോപ്പീസ് വേണമെന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ഡയറക്റ്റ് ആയിട്ട് പ്രിന്റ് ചെയ്ത് വരും. നമ്മൾ സെറ്റിങ്സ് കാര്യങ്ങളൊന്നും മാറ്റിയിട്ടില്ല. കണ്ടില്ല, പ്രിന്റ് ചെയ്ത് വരുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ സെറ്റിങ്സിൽ പ്രിൻ്ററിൻ്റെ അഡ്വാൻസ്ഡ് സെറ്റിങ്സിൽ പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ആ ഫയൽ ഓപ്പൺ ചെയ്യുക. നമ്മൾ പ്രിന്റ് ചെയ്ത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ എന്ത് ചെയ്യുക, ആ ഫയലിൻ്റെ അവിടെ പോയിട്ട് Ctrl+P അല്ലെങ്കിൽ ഇവിടെ പ്രിന്റ് എന്നുള്ള കമാൻഡോ കൊടുക്കുക. അപ്പോൾ ഇവിടെ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയി വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രോപ്പർട്ടീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഇതാണ് ഇതിൻ്റെ മെയിൻ സെറ്റിങ്സ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ട് മോഡാണ് ഈ പ്രിൻ്ററിനുള്ളത്. സ്റ്റാൻഡേർഡ് മോഡും ഉണ്ട്, ഫോട്ടോ പ്രിൻറ്റിംഗ് മോഡും ഉണ്ട്. സ്റ്റാൻഡേർഡ് ആണ് നോർമൽ നമ്മളിപ്പോൾ കണ്ട ഡോക്യുമെൻ്റ് എല്ലാം പ്രിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് മോഡ് ഉപയോഗിക്കുന്നത്. ഫോട്ടോ പ്രിൻറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈ റെസൊല്യൂഷൻ മാറ്റർ കറക്റ്റായിട്ട് ക്ലിയറിൽ പ്രിൻറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ടാണ് ഫോട്ടോ പ്രിൻറ്റിംഗ് എന്ന മോഡ് ഉപയോഗിക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ഫോട്ടോ പർപ്പസ് പ്രിൻറ്റിങ്ങിന് വേണ്ടി നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റിങ്സിലാണ് പ്രിൻറ്റ് ചെയ്യുന്നതെങ്കിൽ അത് ക്ലിയർ ഉണ്ടാവില്ല എന്ന് മാത്രമല്ല, ചിലപ്പോൾ ലൈൻസ് പ്രിൻ്റ് ഔട്ടിൽ ചിലപ്പോൾ ലൈൻസ് ക്ലിയർ കുറവ് അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന സമയത്ത് മസ്റ്റായിട്ട് ഇവിടെ സെറ്റിങ്സിൽ പോയിട്ട് ഫോട്ടോ പ്രിൻറ്റിങ് സെലക്ട് ചെയ്യണം, അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ നേരെ താഴെ കാണുന്നത് ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻറ്റ് കളറാണെന്നുണ്ടെങ്കിൽ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രേ സ്കെയിൽ പ്രിൻറ്റിങ് ഉപയോഗിക്കുന്നത്. പിന്നെ അതിൻ്റെ താഴെ എക്കണോമി എന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് പ്രിൻ്റർ മാക്സിമം കുറച്ചെങ്കിൽ മാക്സിമം മൈലേജ് കിട്ടുന്ന രീതിയിലാണ് ഈ എക്കണോമി മോഡ് വരുന്നത്, പക്ഷേ ക്ലിയർ കുറവായിരിക്കും. അതിൻ്റെ താഴെ കാണുന്ന മീഡിയ ടൈപ്പ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഏത് ടൈപ്പ് പേപ്പറാണ് ട്രയൽ വെച്ചിട്ടുള്ളതെന്ന് പ്രിൻ്ററിന് പറഞ്ഞു കൊടുക്കണം. സ്റ്റാൻഡേർഡ് പ്രിൻറ്റിങ്ങിൽ നോർമലി പ്ലെയിൻ പേപ്പർ ആയിരിക്കും ഉണ്ടാവുക. ഇനി നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിങ് മോഡ് ആക്കി കഴിഞ്ഞാൽ ഇവിടെ ഫോട്ടോ പേപ്പേഴ്സ് എന്നുള്ള ഈ സെറ്റിങ്സ് ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾ ഫോട്ടോ പേപ്പേഴ്സ് ഉപയോഗിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്വാളിറ്റി പോരാന്നുണ്ടെങ്കിൽ ഇതിലേതും സെറ്റിംഗ് മോഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ ഇതിൻ്റെ താഴെ കാണുന്ന അതർ പേപ്പേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്താൽ ഇവിടെ ഹൈ റെസൊല്യൂഷൻ പേജസ് എന്നുണ്ട്, അത് സെലക്ട് ചെയ്യുകയോ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടി ബെറ്റർ ക്വാളിറ്റി കിട്ടും. സ്റ്റാൻഡേർഡ് പ്രിൻറ്റിങ്ങിൽ നോർമലി പ്ലെയിൻ പേപ്പറാണ് ഉപയോഗിക്കുക. അപ്പോൾ ഞാൻ പ്ലെയിൻ പേപ്പർ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണുന്ന പേപ്പർ സൈസ്, ഏത് സൈസ് പേപ്പറാണ് നിങ്ങൾ ട്രയൽ വെച്ചിട്ടുള്ളത്, അതേപോലെ ഏത് സൈസ് പേപ്പറിലാണ് പ്രിൻറ്റ് ചെയ്ത് വരേണ്ടത് എന്നാണ്. നോർമൽ ഇവിടെ A4 ആണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം അവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. പിന്നെ അതിൻ്റെ താഴെ കാണുന്ന ഓറിയൻറ്റേഷൻ, പോർട്രേറ്റിലാണ് വേണ്ടത് ലാൻഡ്സ്കേപ്പിലാണ് വേണ്ടത് എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇഷ്ടാനുസരണം സെലക്ട് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണ് പ്രിൻറ്റ് ക്വാളിറ്റി. ഇവിടെ 3 ക്വാളിറ്റിയാണുള്ളത്: എക്കണോമി, സ്റ്റാൻഡേർഡ്, ഹൈ. ഹൈ പറഞ്ഞാൽ സ്ലോ പ്രിൻറ്റിംഗ് ആയിരിക്കും, മാക്സിമം ഇങ്ക് സ്പ്രേ ചെയ്താണ് നല്ല ബെറ്റർ ക്വാളിറ്റി കിട്ടും. എക്കണോമി പറഞ്ഞാൽ കുറച്ച് ഇങ്കിൽ മാക്സിമം പ്രിൻറ്റിങ് കിട്ടാൻ സാധിക്കുന്നുണ്ട്, പക്ഷേ അത് ക്ലാരിറ്റി കുറവുണ്ടാവും. നോർമൽ ഇതിൻ്റെ രണ്ടിൻ്റെ നടുവിൽ വരുന്നതാണ് സ്റ്റാൻഡേർഡ് എന്നുള്ളത്. അത് സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്യുക. ഇനി നിങ്ങൾ ഹൈ റെസൊല്യൂഷനൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മിക്കവാറും സ്റ്റാൻഡേർഡിൽ ക്ലിയർ ഉണ്ടാവാതിരിക്കുകയോ അല്ലെങ്കിൽ ലൈൻസ് വരാനോ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളത് ഹൈ ക്വാളിറ്റിയിലേക്ക് മാറ്റണം. പിന്നെ പേപ്പർ സോഴ്സ്, എവിടെ നിന്നാണ് പേപ്പർ പിക്ക് ചെയ്യേണ്ടത് എന്നാണ്. അതിനാകെ ഒരു ട്രേ മാത്രമേ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് നമുക്കിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഓക്കെ എന്ന് കൊടുക്കുക. ഇനി നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിംഗ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിംഗ് സെലക്ട് ചെയ്യുന്നതോടുകൂടി ഇവിടുത്തെ സെറ്റിങ്സ് ഒക്കെ ആകെ മാറുന്നത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് കാണാൻ സാധിക്കും. ഫോട്ടോ പ്രിൻറ്റിംഗ് സെലക്ട് ചെയ്തതോടുകൂടി പേപ്പർ ടൈപ്പ് മാറിയിട്ടുണ്ട്, അതേപോലെ പേജ് സൈസും മാറിയിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചേഞ്ചസ് വരുത്താവുന്നതാണ്. ഓക്കെ, ഇനി അപ്പോൾ ഇവിടെ പ്രിൻറ്റ് ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും എക്കണോമി എന്ന ഓപ്ഷൻ പോയിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഹൈ ഇത് മാത്രമാണ് ഉപയോഗിക്കാൻ കഴിയുക. അപ്പോൾ ഇതിൽ ഏത് വേണമെന്നുള്ളത് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഓക്കെ എന്ന് കൊടുത്ത് വീണ്ടും പ്രിൻറ്റിങ്ങിൻ്റെ ഇവിടെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെയും നമ്പർ ഓഫ് കോപ്പീസ് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് സെലക്ട് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് താഴെ കാണുന്ന ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ക്വാളിറ്റി പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഫോട്ടോ പ്രിൻറ്റിങ്ങിന് നിങ്ങൾക്ക് ക്വാളിറ്റി ഇല്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ആ സെറ്റിങ്സിൽ പോയിട്ട് ക്വാളിറ്റീൻ്റെ അവിടെ പോയിട്ട് ഹൈ ആക്കണം, എങ്കിൽ മാത്രമേ കറക്റ്റ് ക്വാളിറ്റി കിട്ടുകയുള്ളൂ. ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. എന്നിട്ട് പ്രിൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.